നമസ്കാരം, ഫ്ലോട്ടി വീൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് 1991 മോഡൽ വിജയ് സൂപ്പർ മാർക്ക് 2 ആണ്. ഈ വാഹനം സ്കൂട്ടേഴ്സ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു വാഹനമാണ്. 1972 SIL ഈ വാഹനം ആദ്യമായിട്ട് പുറത്തിറക്കുന്നത്. ഇത് ആക്ച്വലി ആ സമയത്ത് വെസ്പ, ഫാൽക്കൺ, ലാംബട്ര അങ്ങനത്തെ ഒരുപാട് വാഹനങ്ങൾ ആ സമയത്ത് ഇതിനെ കോമ്പീറ്റ് ചെയ്യാനായിട്ട് മാർക്കറ്റിലുണ്ടായിരുന്നു. ലാംബട്ര ആക്ച്വലി ഇറ്റാലിയൻ ബ്രാൻഡാണ്. അതിൻ്റേതായിട്ടുള്ള അതിനോട് ഏകദേശം രൂപസാദൃശ്യമുള്ള രീതിയിലാണ് ഈ വാഹനം വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ കുറേ ഭാഗങ്ങൾ ഇതിലോട്ട് കടമെടുത്തിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. പിന്നെ ഈ വാഹനം ഒരു 30,000ഓളം യൂണിറ്റ് വിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതെ, അതേപോലെ തന്നെ ക്രിക്കറ്റേഴ്സിന് ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത ഒരു വെഹിക്കിളും കൂടെയാണ്. ഏകദേശം 1972 മുതലുള്ള കാലഘട്ടങ്ങളിൽ ക്രിക്കറ്റേഴ്സിന് ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിരുന്ന വെഹിക്കിളാണിത്. എനിക്ക് തോന്നുന്നു അന്ന് ഏറ്റവും കൂടുതൽ ഒരു നല്ലൊരു മൈലേജ് ആയിട്ട് ഒരു 40+ മൈലേജ് കിട്ടിക്കൊണ്ടിരുന്ന ഒരു വെഹിക്കിളാണിത്. അതെ. ഇനിയിപ്പോൾ ഈ വാഹനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് 1992 ഫാദർ ഇൻ ലോ വാങ്ങിച്ച വണ്ടിയാണ്. ഓൾറെഡി പറഞ്ഞായിരുന്നു. അതെ. അപ്പം അച്ഛൻ ഇത് എന്താ പറയുക, അവരുടെ ഒരു ഫാമിലി വണ്ടിയായിട്ട് ആ സമയത്ത് യൂസ് ചെയ്യുന്ന വാഹനമാണ്. അച്ഛനും അമ്മയും എൻ്റെ വൈഫും അനിയനും അവരെല്ലാവരും കൂടെ ഈ വാഹനമാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ. അപ്പോൾ ആ സമയത്ത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10-16-17 വർഷത്തോളം ഈ വാഹനം വളരെ നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടിയാണ്. അതിനുശേഷം വാഹനത്തിന് ചെറിയ കംപ്ലൈൻ്റ് ഒക്കെ വന്ന് അച്ഛനാ വണ്ടി സൈഡിലേക്ക് മാറ്റിയിട്ടു. ഓക്കെ. പിന്നെ കുറെ വർഷങ്ങൾ വണ്ടി വെറുതെ സ്ക്രാപ്പ് കണ്ടീഷനിൽ കിടക്കായിരുന്നു. ഇപ്പോൾ ഒരു 3 വർഷമായുള്ള വണ്ടി ശരിക്കും ഫുള്ളി റീസ്റ്റോർ ചെയ്തെടുത്തിട്ട്. ഓക്കെ. സോ സ്പേസ് കിട്ടാനൊക്കെ കുറച്ചധികം ബുദ്ധിമുട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണെന്ന് തോന്നുന്നു ഈ റീസെന്റ് അത് റീസ്റ്റോർ ചെയ്തെടുത്തെന്ന് പറഞ്ഞായിരുന്നു. ഒരു 3 വർഷമായുള്ളൂ റീസ്റ്റോർ ചെയ്തിട്ട്. അപ്പം നമ്മൾ പിന്നെ എന്താ പറയാ, ഇത് സ്ക്രാപ്പ് കണ്ടീഷൻ കൊടുക്കാനായിട്ട് പലരും വന്ന് ചോദിച്ചു. വണ്ടിയുടെ ബുക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആരെങ്കിലും ആ ഒരു ചീപ്പ് റേറ്റ് കൊടുക്കുന്നുണ്ടോന്ന് ചോദിച്ചാൽ അച്ഛന ഫ്രഷ് ആയിട്ട് വാങ്ങിച്ച വാഹനമായതുകൊണ്ട് കൊടുക്കാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഈ പെയിന്റിംഗ് ഒന്നേക്കണ വീണ്ടും അടിച്ചല്ലേ? അതെ, ഇത് സ്ക്രാപ്പ് കണ്ടീഷനിലായിരുന്നു വണ്ടി. അതായത് ഫുള്ളായിട്ട് അനങ്ങാതെ കടന്നിരുന്ന ഒരു വണ്ടിയാണ്, തുരുമ്പ് കണ്ടീഷനിൽ കിടന്ന വണ്ടിയാണ്. അന്നത്തെ കാലഘട്ടത്തിലും ഈ കളർ തന്നെയായിരുന്നു? അത് ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ഏകദേശം ഇതിനോട് സാമ്യമുള്ളൊരു കളർ തന്നെയായിരുന്നു ഈ വണ്ടി. ഓക്കെ. പിന്നെ ഇതിന്റെ സ്പേസ് കിട്ടുക എന്നുള്ളതായിരുന്നു കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം. പിന്നെ കോയമ്പത്തൂര്, ബാംഗ്ലൂർ അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നാണ് നമ്മൾ ഇതിന്റെ എല്ലാം ആഡ് ചെയ്ത ഒറിജിനൽ സ്പേസ് തന്നെയാണ്. അതിനകത്ത് 99% ആയിട്ടുള്ള സംഭവങ്ങളും ഒറിജിനൽ തന്നെയാണ്. കാർബറേറ്റർ മാത്രം നമുക്ക് ഒറിജിനൽ കിട്ടാത്തത് കൊണ്ട് ലാംബിയുടെ കാർബറേറ്റർ ആണ് യൂസ് ചെയ്തേക്കുന്നത്. അതെ അതെ. വണ്ടിയുടെ മെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് പുറത്തിറങ്ങിയ എല്ലാ വണ്ടികളും ഒരു 99% ഫുള്ളി മെറ്റലാണ്. അതെ അതെ. അതെനിക്ക് ഇതിൻ്റെ അകത്ത് കൊടുത്തേക്കണം. ഓരോ ഈവൻ ഈ പാർട്സ് ആണെങ്കിലും അത് പക്ക ഫുൾ ഒറിജിനലും ആണ്. അതാണ് വണ്ടി റീസ്റ്റോർ ചെയ്തപ്പം നമ്മൾ മെയിനായിട്ട് നോക്കിയൊരു കാര്യമാണ് ആ ഒറിജിനാലിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വണ്ടി ഇറക്കണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. ഓക്കെ ഓക്കെ. ഇതിൻ്റെ അകത്ത് എല്ലാത്തിലും മറ്റേ SILന്റെ ഒരു എംബ്ലം ഈവൻ ഈ ലിവറിലാണെങ്കിലും അതതിൽ ചെയ്തിട്ടുണ്ട്. ആ സെയിം പാർട്സ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. റെസ്റ്റോറേഷൻ ചെയ്ത സമയത്തും അത് തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്, ഒറിജിനൽ തന്നെ. ഫ്രണ്ടിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ ഒരു SILന്റെ ഒരു എംബ്ലം ഉണ്ട്. എസ് എന്ന് പറഞ്ഞൊരു എംബ്ലം കൊടുത്തിട്ടുണ്ട്. പിന്നെ വിജയ് സൂപ്പർ മാർക്ക് 2 എന്നുള്ള ഒറിജിനൽ ആയിട്ടുള്ള ബാഡ്ജിങ് വന്നിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ അതിന്റെ ഹെഡ്ലൈറ്റ് നോക്കിയാൽ ഒരു സ്ക്വയർ ടൈപ്പിലാണ് ഇതിന്റെ ഹെഡ്ലൈറ്റ് വരുന്നത്. അതായത് ഇപ്പം നമ്മൾ ഇതിന്റെ മ്യൂട്ടിൽ നോക്കുകയാണെങ്കിലും വിജയുടെ ആ ഒരു ബാഡ്ജിങ് തന്നെ കൊടുത്തേക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതിന്റെ ഒരു കീ സോക്കറ്റ് താഴ്ത്തു കൊടുത്തിട്ടുണ്ട്. അതും മിഡിലായിട്ട് തന്നെ വേണം കൊടുത്തേക്കണം. അത് ഹാൻഡിൽ തന്നെയാണ് അത് വന്നിരിക്കുന്നത്. ആകെ ഇവിടെ ഒരു റബ്ബർ ബീഡിങ് വന്നിട്ടുണ്ട് സൈഡിലായിട്ട്. പിന്നെ നോക്കുവാണെങ്കിൽ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള സീറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പ്ലിറ്റ് സീറ്റായിട്ടാണ് വരുന്നത്. ഇതിന്റെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഒരു ചെറുതായിട്ടുള്ളൊരു ടൈൽ ലാമ്പ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ അന്നത്തെ ആ രീതിക്കുള്ളൊരു തന്നെ നമ്പർ പ്ലേറ്റും അതിൻ്റെ ഹോൾഡറുമാണ് ഈ വന്നിരിക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സിമ്പിൾ, അതായത് ഇൻഡിക്കേറ്റർ അന്നത്തെ കാലത്ത് ഇതിനകത്ത് ഇല്ല. ഇൻഡിക്കേറ്റർ ഇല്ല. ആ ഒരു സമയത്ത് വരുന്ന വാഹനങ്ങളൊന്നും ഇൻഡിക്കേറ്റർ ഇല്ല. അതെ അതെ. അതാണ് പെട്ടെന്ന് ഞാനത് നോക്കിയിട്ട് ഇൻഡിക്കേറ്റർ ഇല്ല. വരുന്ന സമയത്തുള്ള വാഹനങ്ങളൊന്നും ഇല്ല, നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ. അത് പക്ഷെ ആരും ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. അതാണ് അന്ന് വരുന്ന വാഹനങ്ങൾ ഈ പറഞ്ഞ പോലെ മിററിനുള്ള ഒരു ഓപ്ഷൻ ആയിട്ട് വരുന്നില്ല. സെപ്പറേറ്റ് ആയിട്ട് പിന്നീട് നമ്മൾ ആഡ് ചെയ്യുകയാണെന്നും സിംഗിൾ മിറർ ആണെന്ന് വന്നുകൊണ്ടിരുന്നില്ല. അത് അങ്ങനെ എന്താ പറയാ, നോർമലി നമ്മുടെ ഇപ്പോഴത്തെ വാഹനങ്ങൾ വരുന്നത് അങ്ങനെ ഒരു ഓപ്ഷൻ ആയിട്ടല്ല വന്നിരുന്നത്. നമുക്കത് ആഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. അങ്ങനെയായിരുന്നു അതിന്റെ ഒരു സിസ്റ്റം. നമുക്കൊന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ആക്കി നോക്കാം അല്ലേ? ഓ തീർച്ചയായിട്ടും. പിന്നെ ഈ വണ്ടിയിലുള്ള ഒരു അന്നത്തെ കാലത്തുള്ളൊരു സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇഗ്നീഷ്യൻ 2 തവണ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഫ്രണ്ടിലോട്ടാക്കുമ്പോഴാണ് ഇതിൽ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഹെഡ്ലൈറ്റ് ഓൺ ആക്കാനുള്ള സിസ്റ്റം വരുന്നത്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ക്ലച്ച് ഗിയർ ലിവറിൽ പ്രത്യേകിച്ച് വേറെ സ്വിച്ചസ് ഒന്നും വരുന്നില്ല. റൈറ്റ് സൈഡിലാണ് ഇത് ഹോണിനുള്ള സ്വിച്ചും ഇത് ഡിമ്മും ബ്രൈറ്റും.
ഇത്രയും സ്വിച്ചസ് മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ അന്നത്തെ കാലത്ത്. പിന്നെ ഈ വണ്ടിക്ക് ബാറ്ററി ഇല്ല. സോ അതുകൊണ്ട് തന്നെ വാഹനം ഓൺ ആക്കിയതിന് ശേഷം മാത്രമേ ഹെഡ്ലൈറ്റ് ആണെങ്കിലും ഓൺ ആണെങ്കിലും വർക്ക് ആവുള്ളൂ. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ വണ്ടീനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതെ, ഏകദേശം കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പം വേറെ മറ്റുള്ള വാഹന വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.